നമസ്കാരം. 4K ന്യൂസിലേക്ക് സ്വാഗതം. ദക്ഷിണേന്ത്യ മൊത്തത്തിൽ തൂത്തുവാരുമെന്ന പ്രഖ്യാപനവുമായി തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിറങ്ങിയ ബിജെപിയുടെ കണക്കുകൂട്ടലുകളൊക്കെ പാടെ തെറ്റിയിരിക്കുകയാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉണ്ടാക്കിയതുപോലെ ഒരു മോദി തരംഗം ദക്ഷിണേന്ത്യയിലും ഉണ്ടാക്കിയെടുക്കാൻ വിചാരിച്ച മോദിക്ക് പക്ഷേ തുടരെ തിരിച്ചടികളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും ബിജെപി ലക്ഷ്യമിടുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകമാണ്. കോൺഗ്രസിന്റെ നേതാക്കളെ അടിയുറച്ച് വിശ്വസിക്കുന്ന ജനങ്ങളെ മോദിയുടെ ഗ്യാരണ്ടി പറഞ്ഞ് വോട്ട് പെട്ടിയിലാക്കാൻ ബിജെപി കിടഞ്ഞു പരിശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഒരു തന്ത്രങ്ങളും കർണാടകത്തിൽ വില പോകില്ല എന്നാണ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഇപ്പോൾ പറയുന്നത്. അതുമാത്രമല്ല, കോൺഗ്രസ് സീറ്റുകളെല്ലാം തൂത്തുവാരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കർണാടകയിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് നടന്ന 14 ലോക്സഭാ മണ്ഡലങ്ങളിൽ 9 മുതൽ 10 സീറ്റുകളിൽ കോൺഗ്രസ് വിജയിക്കുമെന്നാണ് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറയുന്നത്. സംസ്ഥാന സർക്കാരിന്റെ മികച്ച പദ്ധതികളും മോദി സർക്കാരിന്റെ പരാജയവുമാണ് ഇതിന് കാരണമെന്നും അദ്ദേഹം പറഞ്ഞു. മുസ്ലിം സംവരണങ്ങളെ കുറിച്ചുള്ള മോദിയുടെ പരാമർശങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും സിദ്ധരാമയ്യ പറഞ്ഞു. 2014-ലും 2019-ലും ഉണ്ടായിരുന്ന മോദി തരംഗം 2024-ൽ ഇല്ലെന്ന് സിദ്ധരാമയ്യ പറയുന്നു. കഴിഞ്ഞ 10 വർഷമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സർക്കാർ എന്താണ് ചെയ്തതെന്ന് ജനങ്ങൾ കണ്ടതാണ്. 2014-ൽ അധികാരത്തിലെത്തിയപ്പോൾ നൽകിയ വാഗ്ദാനങ്ങളൊന്നും ബിജെപി പാലിച്ചിട്ടില്ല. വിലക്കയറ്റം നിയന്ത്രിക്കുക, കർഷകരുടെ വരുമാനം ഇരട്ടിപ്പിക്കുക, കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, രൂപയുടെ മൂല്യം ഉയർത്തുക തുടങ്ങിയ പ്രധാനമന്ത്രി മോദിയുടെ അവകാശവാദങ്ങളൊന്നും പാലിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മോദി ഭരണത്തിൽ ജനങ്ങൾ നിരാശരാണ്. ഇത് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് സിദ്ധരാമയ്യ അഭിപ്രായപ്പെട്ടു. കർണാടകയെക്കുറിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങളാണ് പ്രധാനമന്ത്രി പറയുന്നതെന്നും സിദ്ധരാമയ്യ വിമർശിച്ചു. സംസ്ഥാന സർക്കാർ അടുത്തിടെ മുസ്ലിം സംവരണം കൊണ്ടുവന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. എന്നാൽ ചിന്നപ്പ റെഡ്ഡി കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിങ്ങൾക്ക് വിദ്യാഭ്യാസത്തിലും തൊഴിലിലും 4% സംവരണം നൽകുന്നത് 1994 നടപ്പിലാക്കിയതാണെന്ന് സിദ്ധരാമയ്യ പറഞ്ഞു. ദേവഗൌഡ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് ഇത് നിയമമാക്കിയത്. ഇത് സമീപകാലത്തുണ്ടായ മാറ്റമാണെന്ന മോദിയുടെ പരാമർശം തെറ്റാണെന്നും സിദ്ധരാമയ്യ പറഞ്ഞു. 3 പതിറ്റാണ്ടുകളായി നിലനിന്നിരുന്ന മുസ്ലിം സംവരണം ബസവരാജ് ബൊമ്മെ സർക്കാരിന്റെ കാലത്ത് നിർത്തലാക്കപ്പെട്ടു. ഈ തീരുമാനത്തിനെതിരെ മുസ്ലിം നേതാക്കൾ സുപ്രീം കോടതിയെ സമീപിച്ചു. തുടർന്ന് മുസ്ലിം സംവരണവുമായി ബന്ധപ്പെട്ട തൽസ്ഥിതി തുടരുമെന്ന് ബൊമ്മെ സർക്കാരാണ് സുപ്രീം കോടതിയിൽ ഉറപ്പ് നൽകിയത്. എന്നിട്ട് സിദ്ധരാമയ്യ മുസ്ലിങ്ങൾക്ക് സംവരണം ഏർപ്പെടുത്തുകയാണെന്ന തെറ്റായ പരാമർശം നരേന്ദ്രമോദി നടത്തുകയാണ്. മതിയായ വരൾച്ചാ ദുരിതാശ്വാസം പോലും നൽകാതെ മോദി സർക്കാർ കർണാടകയെ അവഗണിക്കുകയാണ്. കോടതി ഇടപെട്ടിട്ടും ആവശ്യപ്പെട്ട തുകയുടെ 19% മാത്രമാണ് നൽകിയതെന്നും ഇത് അനീതിയാണെന്നും സിദ്ധരാമയ്യ പറഞ്ഞു. കോൺഗ്രസിന് നേതൃത്വമില്ലെന്ന മോദിയുടെ വിമർശനം ചൂണ്ടിക്കാട്ടിയപ്പോൾ എല്ലാ പാർട്ടികളിലും നേതൃത്വം ഉരുത്തിരിഞ്ഞു വരികയാണ് ചെയ്യുന്നതെന്ന് സിദ്ധരാമയ്യ പറഞ്ഞു. മോദിക്ക് മുൻപ് വാജ്പേയിയും അദ്വാനിയും ബിജെപി നയിച്ചു. മല്ലികാർജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും രാജ്യത്തെ നയിക്കാൻ കഴിവുള്ള നേതാക്കളാണെന്നാണ് സിദ്ധരാമയ്യ വിശദീകരിച്ചത്. കോൺഗ്രസ് ജയിച്ചാൽ ആരായിരിക്കും പ്രധാനമന്ത്രി എന്ന ചോദ്യത്തിന് കോൺഗ്രസ് ഇന്ത്യ എന്ന സഖ്യത്തിന്റെ ഭാഗമാണ്. ഒരു വ്യക്തിയെ പ്രധാനമന്ത്രിയായി ഉയർത്തിക്കാട്ടുക പ്രായോഗികമല്ല. തിരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം പൊതുമിനിമം പരിപാടി രൂപീകരിക്കുകയും നേതാവിനെ കൂട്ടായ തീരുമാനത്തിലൂടെ തിരഞ്ഞെടുക്കുകയുമാണ് ചെയ്യുക എന്നായിരുന്നു സിദ്ധരാമയ്യയുടെ മറുപടി. ദേശീയ തലത്തിൽ കോൺഗ്രസിന് എത്ര സീറ്റ് കിട്ടുമെന്ന ചോദ്യത്തിന് കൃത്യമായ കണക്ക് വ്യക്തമാക്കാൻ കഴിയില്ലെന്നായിരുന്നു മറുപടി. എന്നാൽ ബിജെപി വിരുദ്ധ കക്ഷികൾ ഒന്നിക്കുമ്പോൾ സർക്കാർ രൂപീകരിക്കാൻ ആവശ്യമായ ഭൂരിപക്ഷം കോൺഗ്രസ് നേടുമെന്നും സിദ്ധരാമയ്യ അവകാശപ്പെട്ടു. കർണാടകയിൽ പരസ്പരം ഏറ്റുമുട്ടിയിരുന്ന ബിജെപിയും ജെഡിഎസും പെട്ടെന്ന് സഖ്യമുണ്ടാക്കിയാൽ ജനങ്ങൾ ഈ സഖ്യത്തെ വിശ്വാസത്തിലെടുക്കില്ലെന്നും സിദ്ധരാമയ്യ പറഞ്ഞു. കർണാടകയിൽ കോൺഗ്രസ് 20 സീറ്റുകൾ നേടുമെന്നും സിദ്ധരാമയ്യ അവകാശപ്പെട്ടു. ഏതായാലും വലിയ വീമ്പ് പറച്ചിലുമായി ഇതുവരെയില്ലാത്ത പ്രചരണങ്ങളൊക്കെ നടത്തിയ മോദിക്ക് ഇത്തവണയും കർണാടക പിടിച്ചെടുക്കാനാകില്ല. അല്ലെങ്കിൽ അതിനെ കർണാടകയിലെ കോൺഗ്രസിന്റെ കരുത്തരായ സിദ്ധരാമയ്യയും DK ശിവകുമാറും സമ്മതിക്കില്ല എന്നത് തീർച്ച. ബിജെപി കണ്ണുവെച്ചിട്ടുള്ള ഈ സംസ്ഥാനവും കൈവിട്ടു പോകുമെന്നത് ചുരുക്കം.